കേരളം ഇപ്പോൾ ഒരു വലിയ യുദ്ധക്കളമാണ്. പക്ഷേ ഇത് വോട്ടർമാരും സ്ഥാനാർത്ഥികളും തമ്മിലുള്ളതല്ല, മറിച്ച് ജയിച്ചു എന്ന് സ്വയം വിശ്വസിച്ചിരിക്കുന്ന കുറച്ച് ഗദർ സിംഹങ്ങൾ തമ്മിലുള്ള ഉള്ളിലെ പോരാണ്. മെയ് 4-ന് വോട്ടെണ്ണൽ നടക്കാനിരിക്കെ റിസൾട്ട് വന്ന് ഭരണത്തിൽ കയറുന്നതിനേക്കാൾ വലിയ ആവേശം കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് തൂവാലയിടുന്നതിലാണ്. എക്സിറ്റ് പോളുകൾ വന്നപ്പോൾ മുതൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു മാറ്റം. രാവിലെ എഴുന്നേറ്റാൽ നേരെ തയ്യൽക്കടയിലേക്കാണ് ഓട്ടം. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഇടാൻ ഏത് ബ്രാൻഡ് മുണ്ടാണ് നല്ലതെന്ന കൺഫ്യൂഷനിലായിരിക്കും പകുതി നേതാക്കളും. സാധാരണ ജയിച്ചാൽ ജനങ്ങളെ സേവിക്കാൻ പ്ലാൻ ഇടാറാണ് പതിവ്. പക്ഷെ ഇവിടെ സ്വന്തം സഹപ്രവർത്തകന്റെ കാൽ എങ്ങനെ വാരാം എന്നതിലാണ് റിസർച്ച് നടക്കുന്നത്. 10 കൊല്ലം വെയിലുകൊണ്ട് ഭരണമില്ലാതെ വലഞ്ഞപ്പോൾ എല്ലാവരും ഒരേ സ്പിരിറ്റിലായിരുന്നു. പക്ഷേ കസേരയുടെ ഒരു കാല് കണ്ടപ്പോഴേക്കും ദാ വരുന്നു 3 വമ്പന്മാർ. നമുക്കൊന്ന് നോക്കാം എന്താണ് സംഭവമെന്ന്. ആദ്യം വരുന്നത് VD സതീശനാണ്. പുള്ളിക്കിപ്പോൾ താൻ ഒരു മാസ് എൻട്രി മുഖ്യമന്ത്രിയാണെന്ന ഉറച്ച ബോധ്യമാണ്. നിയമസഭയിൽ 2 ഡയലോഗ് പറയുകയും അത് സോഷ്യൽ മീഡിയയിൽ പെയ്ഡ് പ്രൊമോഷൻ കൊടുത്ത് ഹിറ്റാക്കുകയും ചെയ്തതോടെ താനാണ് അടുത്ത സാരഥി എന്ന് സതീശൻ ഉറപ്പിച്ചു. മുഖ്യമന്ത്രിയാകാൻ ലീഗ് നേതാക്കളുടെ വീട്ടിൽ കയറി ചായ കുടിക്കുന്നതിലാണ് ഇപ്പോൾ മെയിൻ ശ്രദ്ധ. പക്ഷേ സതീശൻ അറിയുന്നില്ല, കോൺഗ്രസിനുള്ളിൽ ഏറ്റവും വലിയ ശത്രുക്കൾ മറുപക്ഷത്തല്ല, സ്വന്തം വശത്താണെന്ന്. ഫോണിൽ വീഡിയോ പിടിക്കുമ്പോൾ പുറകിൽ നിന്ന് തൻ്റെ കസേര ചെന്നിത്തല വലിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ പോലും പാവത്തിന് നേരമില്ല. ഗ്രൂപ്പില്ല എന്ന് പറഞ്ഞ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന സതീശന്റെ ആ മാന്ത്രിക വിദ്യ അത് സമ്മതിച്ചു കൊടുക്കണം. ഇനി ഇപ്പുറത്ത് നമ്മുടെ രമേശ് ചെന്നിത്തലയാണെങ്കിൽ ഒരു 5 കൊല്ലം കിട്ടിയാൽ തൻ്റെ അനുഭവ സമ്പത്ത് കൊണ്ട് ലോകം തന്നെ മാറ്റിമറിക്കാമെന്ന ലൈനിലാണ്. സതീശന്റെ വരവോടെ വശത്തേക്ക് മാറ്റപ്പെട്ട ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ വാശിയാണ്. PJ കുര്യനെ പോലുള്ള പഴയ പുലികളെ ഇറക്കി പ്രസ്താവനകൾ അടുപ്പിക്കുകയാണ് കക്ഷി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സതീശന്റെ പേര് കേൾക്കുമ്പോൾ ചെന്നിത്തലയ്ക്കുണ്ടാകുന്ന അസ്വസ്ഥത നിങ്ങൾ കാണുന്നുണ്ടോ? NSSന്റെ ലിസ്റ്റിൽ പേരുണ്ടെന്ന് കരുതി കസേരയിൽ ഇരിക്കാമെന്ന് വിചാരിക്കുന്നത് പാവം രമേശ്ജിയുടെ ഒരു ശുദ്ധഗതിയാണെന്നേ പറയാനുള്ളൂ. ഇവർ 2 കൂടി തിരുവനന്തപുരത്ത് അടികൂടുമ്പോൾ ഡൽഹിയിൽ ഇരുന്ന് നൂല് പൊട്ടിക്കാൻ കാത്തിരിക്കുകയാണ് KC വേണുഗോപാൽ. പുള്ളിക്ക് കേരളത്തിൽ എത്ര വോട്ട് കിട്ടുമെന്ന് ആർക്കും അറിയില്ല. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ഒന്നാമനാണ് കക്ഷി. സതീശനും ചെന്നിത്തലയും കൂടി തല്ലുകൂടി തീരുമ്പോൾ ഹൈക്കമാൻഡ് തീരുമാനം ഇതാണെന്നും പറഞ്ഞ് ഒരു കവർ പൊക്കി വേണുഗോപാൽ വിമാനം ഇറങ്ങും. പാവം കേരളത്തിലെ കോൺഗ്രസുകാർ വിയർപ്പൊഴുക്കി വോട്ട് പിടിക്കുന്നത് അവസാനം KCക്ക് മുഖ്യമന്ത്രിയുടെ കാറിൽ കയറാനാണോ എന്നൊരു സംശയം ബാക്കിയാണ്. വിഭാഗീയത ഇല്ലാത്ത നേതാവാണെന്ന് സ്വയം അവകാശപ്പെടുന്ന വേണുഗോപാൽ ഈ 2 വിഭാഗത്തെയും തകർക്കാൻ പുതിയൊരു വിഭാഗം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നതാണ് ഹൈലൈറ്റ്. ഈ കസേരകളിൽ ശരിക്കും വെള്ളം കുടിക്കുന്നത് പാവം മുസ്ലിം ലീഗും ബാക്കി ഘടകകക്ഷികളുമാണ്. അവർക്ക് ഭരണം കിട്ടണം, കാര്യങ്ങൾ നടക്കണം. പക്ഷെ ഇവിടെ നോക്കിയാൽ സതീശൻ ഒരു വഴിക്ക് വലിക്കുന്നു, ചെന്നിത്തല മറുഭാഗത്തേക്ക്. ലീഗ് നേതാക്കൾ ഇപ്പോൾ ആലോചിക്കുന്നത് ആരുടെ കൂടെ നിന്നാലാണ് പണി കിട്ടാത്തത് എന്നാണ്. കഴിഞ്ഞ ദിവസം സതീശനെ പുകഴ്ത്തിയപ്പോൾ ചെന്നിത്തല ഗ്രൂപ്പിന്റെ കണ്ണുരട്ടൽ. ഇന്ന് ചെന്നിത്തലയെ ഒന്ന് നോക്കിയാൽ സതീശൻ ഗ്രൂപ്പിന്റെ പരിഭവം. ഓരോ ഘടകകക്ഷിയും ഇപ്പോൾ ഒരു പ്രത്യേക ട്രെയിനിങ്ങിലാണ്. ഒരേ സമയം 3 പേർക്കും ഒപ്പമുണ്ടെന്ന് എങ്ങനെ അഭിനയിക്കാം? കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി തല്ലുകൂടുമ്പോൾ ഭരണം തുടങ്ങും മുൻപേ മുന്നണി പൊളിയുമോ എന്ന പേടിയിലാണ് ബാക്കിയുള്ളവർ. മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയുള്ള ഈ അടി കണ്ടാൽ തോന്നും ബാക്കി 19 മന്ത്രിസ്ഥാനങ്ങളും ആർക്കും വേണ്ടെന്ന്. പക്ഷെ അവിടെയാണ് കളി. മുഖ്യമന്ത്രിയാകാൻ നോക്കുന്നവർ തങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർക്ക് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്ത് ഓരോരുത്തരെയും കൂടെ നിർത്തുകയാണ്. നീ എനിക്ക് വോട്ട് ചെയ്, നിനക്ക് ഞാൻ എക്സൈസ് തരാം എന്നൊരാൾ പറയുമ്പോൾ എന്റെ കൂടെ നിന്നാൽ നിനക്ക് പൊതുമരാമത്ത് ഉറപ്പ് എന്ന് മറ്റൊരാൾ. അവസാനം ഭരണം കിട്ടുമ്പോൾ ഒരു വകുപ്പിന് തന്നെ 4 മന്ത്രിമാർ ഉണ്ടാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവർക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങളല്ല പ്രധാനം, മറിച്ച് തങ്ങളുടെ ഗ്രൂപ്പിലെ എത്ര പേർക്ക് കൊടിവെച്ച കാർ കിട്ടും എന്നതാണ്. ഇതൊക്കെ കണ്ട് കണ്ണു തള്ളി നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്, പാവം കോൺഗ്രസ് അണികൾ. വെയിലുകൊണ്ട് പോസ്റ്റർ ഒട്ടിച്ചവനും വോട്ട് ചോദിച്ച് നടന്നവരും ഇപ്പോൾ തലയിൽ കൈവച്ചിരിക്കുകയാണ്. ഞങ്ങൾ വോട്ട് ചോദിച്ചത് ഭരിക്കാനാണോ അതോ ഇവർക്ക് തല്ലുകൂടാനാണോ എന്ന് അവർ പരസ്പരം ചോദിക്കുകയായിരിക്കും. നേതാക്കൾ AC മുറിയിൽ ഇരുന്ന് ഗ്രൂപ്പ് കളിച്ച് കസേര പങ്കിടുമ്പോൾ സാധാരണ പ്രവർത്തകൻ ചായക്കടയിൽ ഇരുന്ന് നാട്ടുകാരുടെ പരിഹാസം
കേൾക്കേണ്ടി വരുന്നു. നേതാക്കൾക്ക് ഗ്രൂപ്പാണ് വലുത്, അടികൾക്ക് പാർട്ടിയാണ് വലുത്. ഈ വ്യത്യാസമാണ് കോൺഗ്രസിനെ എന്നും ഈ നിലയിൽ എത്തിക്കുന്നത്. ഇനി മെയ് 4-ന് ആര് മുഖ്യമന്ത്രി ആയാലും ശരി, പിറ്റേ ദിവസം മുതൽ അടുത്ത പാര റെഡി ആയിട്ടുണ്ടാകും. കോൺഗ്രസിൽ മുഖ്യമന്ത്രി എന്നാൽ 5 കൊല്ലം സുഖമായിരിക്കാനുള്ള സീറ്റല്ല, മറിച്ച് പുറകിൽ നിന്ന് എപ്പോൾ കുത്തു വരുമെന്ന് പേടിച്ചിരിക്കാനുള്ള മുൾക്കിരീടമാണ്. ഈ 3 പേരും കൂടി കസേരയ്ക്ക് വേണ്ടി നടത്തുന്ന ഈ പോരാട്ടം കണ്ടാൽ ഒരു കാര്യം ഉറപ്പിക്കാം, കേരളത്തിൽ മാറ്റം ഉണ്ടാകുമോ എന്നറിയില്ല. പക്ഷേ കോൺഗ്രസിൽ മാത്രം മാറ്റം ഉണ്ടാകില്ല. അവരുടെ ഈ ഗ്രൂപ്പ് കളി തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ഈ 3 നേതാക്കളും കൂടി കസേരയ്ക്ക് വേണ്ടി തല്ലുകൂടുമ്പോൾ ദൂരെ നിന്നും ഒരു ഇംഗ്ലീഷ് നിഘണ്ടുവുമായി നോക്കി നിൽക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ വിശ്വപൗരൻ ശശി തരൂർ. എക്സിറ്റ് പോളുകളിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി ആരാണെന്ന് നോക്കിയപ്പോൾ തരൂരിന്റെ പേര് കണ്ട ബാക്കി നേതാക്കൾക്കുണ്ടായ ഒരു അസ്വസ്ഥത ചെറുതല്ല. കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഇടയിലേക്ക് തന്റെ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷുമായി തരൂർ വരുമ്പോൾ പാവം ബാക്കി നേതാക്കൾക്ക് ഡിക്ഷണറി നോക്കിയേ മറുപടി പറയാൻ പറ്റുമെന്ന അവസ്ഥയാണ്. തരൂരിന് മലയാളം അറിയില്ല, താഴെ തട്ടിൽ ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് സതീശനും ചെന്നിത്തലയും വേണുഗോപാലും ഒന്നിക്കുന്ന ഒരേ ഒരു നിമിഷം തരൂരിനെ എങ്ങനെ വെട്ടാമെന്ന് ചിന്തിക്കുമ്പോഴാണ് ഗ്രൂപ്പില്ല എന്ന് പറഞ്ഞ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന സതീശനും ഗ്രൂപ്പ് തന്നെ ജീവിതമായി കൊണ്ടു നടക്കുന്ന ചെന്നിത്തലയും ചേർന്ന് തരൂരിനെ തിരുവനന്തപുരത്തെ ഏതെങ്കിലും ലൈബ്രറിയിലേക്ക് പറഞ്ഞയക്കാൻ നോക്കുകയാണ്. തരൂർ ഒരു പുസ്തകം എഴുതി തീർക്കുന്ന സമയം കൊണ്ട് ഇവിടെയുള്ളവർ അടുത്ത ഗ്രൂപ്പ് പാര റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും. വിശ്വപൗരനായി ലോകം ചുറ്റുന്ന തരൂരിനെ മുഖ്യമന്ത്രിയാക്കിയാൽ സത്യപ്രതിജ്ഞ പോലും ഇംഗ്ലീഷിലാക്കുമോ എന്നാണ് ബാക്കിയുള്ളവരുടെ പേടി. സതീശന്റെ പബ്ലിസിറ്റിയും ചെന്നിത്തലയുടെ അനുഭവ സമ്പത്തും വേണുഗോപാലിന്റെ ദില്ലി സ്വാധീനവും ഒന്നിച്ചാലും തരൂരിന്റെ ഒരു ട്വിറ്റിന് കിട്ടുന്ന റീച്ച് ഇവർക്ക് കിട്ടില്ലല്ലോ എന്ന അസൂയാണ് ഇതിന്റെയൊക്കെ പിന്നിൽ. നേതാക്കൾ ചെളി വാരി എറിയുമ്പോൾ തന്റെ കോട്ടിന്റെ പോക്കറ്റിൽ ഒരു റോസാപ്പൂവും വെച്ച് എല്ലാം മനോഹരം എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നിൽക്കുന്ന തരൂർ ശരിക്കും ഈ രാഷ്ട്രീയ സർക്കസിലെ ഒരു വിചിത്രമായ കാഴ്ച തന്നെയാണ്. ഇനി വരാനിരിക്കുന്നത് മറ്റൊരു സ്ഥിരം കലാപരിപാടിയാണ്. ഹൈക്കമാൻഡ് നിരീക്ഷകർ. കേരളത്തിൽ അടിമൂത്ത ഉടനെ ദില്ലിയിൽ നിന്ന് 2 നേതാക്കൾ വിമാനമിറങ്ങും. അവരിവിടെ വന്ന് ഒരു മുറിയിലിരിക്കും. എന്നിട്ട് ഓരോ MLA-മാരെയും വിളിച്ച് ചോദിക്കും, നിനക്ക് ആരെയാണ് ഇഷ്ടമെന്ന്. പാവം MLA-മാർ പുറത്തിറങ്ങി സതീശന്റെയും ചെന്നിത്തലയുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി വിയർക്കും. അവസാനം ഈ നിരീക്ഷകർ ഡൽഹിയിൽ പോയി കൊടുക്കുന്ന റിപ്പോർട്ടിൽ എന്തായിരിക്കും ഉണ്ടാകുക? എല്ലാവർക്കും എല്ലാവരെയും ഇഷ്ടമാണ്, പക്ഷേ ആരെയും മുഖ്യമന്ത്രിയാക്കാൻ ആർക്കും താല്പര്യമില്ല എന്നതായിരിക്കും അതിന്റെ ചുരുക്കം. ഈ നിരീക്ഷക നാടകം കൂടി കഴിയുമ്പോഴേക്കും പകുതി അണികൾ പാർട്ടി വിട്ടു പോയിട്ടുണ്ടാകും. 10 വർഷത്തെ വനവാസം കഴിഞ്ഞ് വരുന്ന കോൺഗ്രസിന് ഈ ഭരണം ഒരു വൻ ലോട്ടറിയാണ്. പക്ഷേ അടിച്ചത് ഒരാൾക്കാണെങ്കിലും ലോട്ടറി ടിക്കറ്റിന്റെ അവകാശവാദം പറഞ്ഞ് 100 പേര് വരും. ഈ 3 നേതാക്കളും അവരുടെ ഗ്രൂപ്പുകളും കൂടി ഈ പാവം കേരളത്തെ എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് കണ്ടറിയണം. ജനങ്ങൾ നൽകിയ ഈ വലിയ അവസരം തല്ലുകൂടി കളയാതെ അല്പമെങ്കിലും ഐക്യത്തോടെ ഭരിക്കാൻ ഇവർക്ക് തോന്നിയാൽ അത്ഭുതം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഫലം വരുമ്പോൾ ഭരണം കിട്ടിയാൽ കേരളം കാണാൻ പോകുന്നത് വോട്ടിനേക്കാൾ വലിയൊരു മുട്ടൻ അടി തന്നെയായിരിക്കും. 10 വർഷത്തെ പട്ടിണി കഴിഞ്ഞ് അധികാരത്തിന്റെ ബിരിയാണി ചെമ്പ് തുറക്കുമ്പോൾ അത് വിളമ്പാൻ ആര് നിൽക്കും എന്നതിലാണ് തർക്കം. സതീശന്റെ സെൽഫിയും ചെന്നിത്തലയുടെ സീനിയോറിറ്റി ഗ്രൂപ്പും വേണുഗോപാലിന്റെ ഹൈക്കമാൻഡ് ടിക്കറ്റും തരൂരിന്റെ ഇംഗ്ലീഷ് നിഘണ്ടുവും കൂടി ചേരുമ്പോൾ ഈ നാടകം പൂർത്തിയാകും. ഭരണം കിട്ടിയാൽ അത് ജനങ്ങൾക്ക് വേണ്ടിയാണോ അതോ ഈ ഗ്രൂപ്പ് നേതാക്കൾക്ക് ഷെയർ ഇട്ട് നൽകാനാണോ എന്ന് വോട്ട് ചെയ്ത ജനങ്ങൾ ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു. കസേര കിട്ടാൻ വേണ്ടി നേതാക്കൾ കാണിക്കുന്ന ഈ പരാക്രമണങ്ങൾ കണ്ടാൽ തോന്നും, നാട് നന്നാക്കുന്നതിനേക്കാൾ വലിയ കാര്യം കസേരയിൽ പശയിട്ട് ഒട്ടിയിരിക്കുക എന്നതാണ്. മെയ് 4-ന് വൈകുന്നേരം തുന്നിയ കുപ്പായം ആരിടും, ആരുടെ ഖദർ കീറുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.